മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വീണ്ടും കാട്ടാനെത്തി. RRT സംഘം പടക്കം പൊട്ടിച്ച് കാട്ടാനെ തുരത്തി. കാട്ടാന എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. അത് കണ്ടോളൂ പ്രേക്ഷകർ. அப்போ ரெண்டு வந்துச்சு ஒன்று தானே இது ஒன்று தான் வந்துக்கிட்டு இருக்கு. அது சைடில் போய் நின்றுக்கிச்சு. இது உள்ளே இருக்காருங்க, அது உள்ள போய் രാഹുൽ വിജയൻ കട്ടപ്പനയിൽ ചേരുന്നു. രാഹുൽ വിജയൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. രാഹുൽ, ഇത് നമ്മുടെ പടയപ്പല്ലെന്ന് തോന്നുന്നല്ലോ. പടയപ്പയല്ല, ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള മറ്റൊരു കാട്ടാനയാണ് ഇത്. അടുത്ത കാലത്തായി മൂന്നാറിൽ കളം പിടിച്ചിരിക്കുന്ന ഒരു കാട്ടാനയാണ്. നമ്മുടെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. തൊഴിലാളികൾക്കൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയും ബുദ്ധിമുട്ടും ഈ കാട്ടാന സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി ഈ കാട്ടാന ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തുന്നു, മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതും പ്രധാനപ്പെട്ടതുമായ കാര്യം. ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒറ്റക്കൊമ്പൻ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് എത്തുകയും ചെയ്തത്. തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് ജോലി പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ RRTയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ മൂന്നാറിലെ RRT കുറച്ച് സജീവമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ പ്രത്യേക ദൗത്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RRTയെ വിളിച്ച ഉടൻ തന്നെ എത്തുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന പടക്കം ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് ഈ ആനയെ തുരത്തുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഈ ഒറ്റക്കൊമ്പൻ കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാർക്കും ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. RRTയുടെ നിരീക്ഷണം ഉണ്ടെങ്കിൽ കൂടിയും ആനകൾ വരുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് മൂന്നാർ മേഖലയിൽ. SKN. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.